30,000-ഓളം സൂര്യകാന്തിപ്പൂക്കൾ, 25,000-ഓളം ജമന്തിപ്പൂക്കൾ, 2,000-ൽ-അധികം വരുന്ന വാടാമുല്ലപ്പൂക്കളും മറ്റു പൂക്കളെയും കടൽ മണ്ണിന്റെ പൂഴിമണലിൽ വിരിപ്പിച്ചുകൊണ്ട് പരീക്ഷണാർത്ഥത്തിൽ വിജയം നേടിയിരിക്കുകയാണ് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ഗ്രൗണ്ടിൽ 6 ഏക്കറോളം പാട്ടത്തിനെടുത്തുകൊണ്ട് സുജിത്ത് എന്ന കർഷകൻ. ഇത്രയും പുഷ്പങ്ങളെ നേരിട്ട് കാണണമെങ്കിൽ തമിഴ്നാട് തോവാളയിലോ മറ്റോ പോയി കാണേണ്ടി വരും. ഇതാണ് തിരുവനന്തപുരത്ത് തുമ്പയ്ക്ക് സമീപത്ത് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടിൽ സുജിത്ത് എന്ന പൂ കർഷകൻ വിജയിച്ച് വിളയിപ്പിച്ചെടുത്തത്. സെപ്റ്റംബർ 15 വരെയാണ് ഈ കാഴ്ച കാണാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കിയത്. ഇവിടെ നിന്ന് കിട്ടുന്ന പൂക്കളും അതോടൊപ്പം തന്നെ ഫലവൃക്ഷാദികളും വിൽപ്പനയ്ക്കും കൂടി വെക്കുന്നുണ്ട്. നമുക്കതിന്റെ ലൈവ് കാഴ്ചകളിലേക്ക് പോകാം. മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പയിലാണ്. തുമ്പയില് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പിന്നിലായിട്ട് ഈ ഒരു അവധിക്കാലം ജനങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു പൂക്കളുടെ ഒരു ലോകം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ സാധാരണ പൂഴി മണ്ണിൽ തന്നെ ഏകദേശം 30,000-ഓളം സൂര്യകാന്തിയും അതോടൊപ്പം 25,000 ജമന്തിയും ഇവിടെ ഈ ഒരു പൂഴി മണ്ണിൽ തന്നെ ഇവിടെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ലൈവാണെന്ന് മലയാള ജനതാ ന്യൂസ് വഴി നിങ്ങളുടെ ടെലികാസ്റ്റ് ചെയ്തത്. കാരണം അവധിക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ളവർക്ക് ഇനി ദൂര സംവിധാന സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടേക്കാണ് തോവാളം പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ ഇത്രയും ഭംഗിയായി ഇത്രയും ക്രൗഡോട് കൂടി തന്നെ പൂക്കൾ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇത് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് പെരുമാതുറ പോകുന്ന സമയത്ത് ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അറിയാം. തുമ്പയ്ക്കടുത്ത് സെന്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ട്. ഇതിന് പിന്നിലായിട്ടാണ് ഈ ഒരു മനോഹാരിത എന്ന് പറഞ്ഞ ഈ ഒരു പൂക്കളുടെ ഒരു തോട്ടം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. സാധാരണ മണലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്റെ ലൈവിലേക്ക് പോകാം. ഇതിൽ പിന്നീട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ തന്നെ ഇതിലേക്ക് നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അറിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ നിങ്ങൾ സെന്റ് സേവിയേഴ്സ് കോളേജിൽ അടിച്ചാൽ ഈ ലൊക്കേഷൻ എവിടെയാണ് കാര്യം. എന്റെ ലൈവിലേക്ക് പോകണം. ഇപ്പൊ തന്നെ ധാരാളം ആളുകൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ അവധിക്കാലം നബിദിനവും അതോടൊപ്പം തന്നെ ഓണവും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ അതിവിശാലമായ നിലയിലുള്ള ഒരു തോട്ടമാണ് ഇവിടെ ഈ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പിന്നിലുള്ള ഗ്രൗണ്ടിൽ ഇവിടെ കാർഷിക വിളയുടെ ഭാഗമായിട്ട് തന്നെ ഇവര് ഒരുക്കിയിട്ടുള്ളത്. അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ള ഒരു പരീക്ഷണാർത്ഥം ഇവർ തുടങ്ങിയതാണെങ്കിലും ശക്തമായി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് വില തന്നെ വെറും 40 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ടുമാണ്. അതായത് ഇവിടെ നമുക്ക് ആളുകൾ ധാരാളം ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളോട് ചോദിച്ചു കണ്ടപ്പോ എങ്ങനെയുണ്ട് ഇവിടെ കണ്ടപ്പോ എന്ത് തോന്നുന്നു? എങ്ങനെയാ കാണുമ്പോ? കാരണം ഓണക്കാലം ഇത് സാധാരണ തോവാള വരെ പോകേണ്ടി. അപ്പൊ ഇതിപ്പോ കണ്ടപ്പോ എന്ത് തോന്നുന്നു? വളരെ ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കുടുംബത്തോടെ എത്തി താമസം ഇടാണ്ട് തന്നെ. അപ്പൊ തൊട്ടടുത്ത് നമ്മൾ സാധാരണ തോവളം വരെ പോകണം ഇത്രയും പൂക്കൾ കാണണമെങ്കിൽ. എന്തൊക്കെ പൂക്കളാണ് ഇവിടെ ഉള്ളത്? എന്തൊക്കെ പൂക്കളാണ് കണ്ടത്? സൂര്യകാന്തി, വാടാമുല്ല അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റേ ലൈവിലേക്ക് എന്തായാലും പോവാം. കാരണം ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും പാകത്തിനാണ്. സാധാരണ ഇത്രയും പൂക്കൾ ഉണ്ടെങ്കിൽ ഈ പൂക്കൾ കാണാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട് തോവാളം വരെ അത് പോകേണ്ടതുണ്ട്. പക്ഷെ ഇത് ഇവിടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് അടുത്ത് തന്നെ ഈ ഒരു ഭാഗമായി ഇപ്പോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 6 കിലോമീറ്റർ ഈ പറഞ്ഞതുപോലെ 6 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കൃഷി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ സൂര്യകാന്തിയും വാടാമുല്ല അതോടൊപ്പം തന്നെ ജമന്തി എല്ലാം കൃഷി ചെയ്യുകയും അത് ഭംഗിയായി തന്നെ ഇവിടെ ജനങ്ങൾക്ക് കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്ന നിലയിലാണ് ഇവിടെ ഇതെല്ലാം നട്ട് വളർത്തിയിട്ടുള്ളത്. ഒരു മനോഹാരിതയും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതായത് തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊല്ലത്തുള്ളവർക്ക് അസുലഭമായ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്താം. സെപ്റ്റംബർ 15 വരെയാണ് ഇതിനുള്ള ചാൻസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ അവധിക്കാലം ഇവിടെ വന്നപ്പോ എങ്ങനെ തോന്നുന്നുണ്ട്? വളരെ സന്തോഷം. നല്ല ഇതുണ്ടായിരുന്നു. ഫാമിലിയോട് കൂടി തന്നെ എത്തി. സാധാരണ ഇപ്പൊ ഇത്രയും പൂക്കൾ എത്തണം കാണണമെങ്കിൽ നമുക്ക് തോവളം വരെ പോകേണ്ടി വരും. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ തെങ്കാശി പോയിട്ടുണ്ട്. വളരെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ. യെസ്, ഓക്കെ. എങ്ങനെയാ മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടപ്പോ എന്ത് തോന്നുന്നു? ഈ അവധിക്കാലം ഇവിടെ എത്തിയപ്പോ തോന്നുന്നു. അപ്പൊ കൂട്ടുകാരത്ത് പോയി പറയും. അപ്പൊ 15-ാം തീയതി സ്കൂൾ തുറക്കോ? കാരണം 15-ാം തീയതിയേ ഉള്ളൂ അല്ലേ? സ്കൂൾ തുറക്കും. എങ്ങനെയാ മോളെ? കൊള്ളാമോ? പൂക്കളൊക്കെ കണ്ടോ? എന്താ മോളെ പേര്? മെഹദിയ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഏതൊക്കെ പൂക്കളാണ് ഇഷ്ടപ്പെട്ടത്? സൺഫ്ലവർ. ഓ, അടിപൊളിയാണ്. പറിച്ചാൽ പണിഷ്മെന്റ് കിട്ടും അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് കുട്ടികളെല്ലാം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 6 ഏക്കറിലാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു കൃഷി പൂക്കളുടെ കൃഷി ഇവിടെ
ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ലൈവ് കണ്ട് അവസാനിപ്പിക്കാം. 40 രൂപയാണ് ഈ പറഞ്ഞതുപോലെ ടിക്കറ്റ്. ഇതിപ്പോ ചോളത്തിന്റെ ഒരു കൃഷിയും കൂടെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതുകൊണ്ട് കണ്ടോ, സാധാരണ എന്ന പൂഴി മണ്ണാണ്. ഈ മണ്ണിലാണ് ഇതേപോലുള്ള കൃഷി അവർ ചെയ്തത് വിജയിച്ചിരിക്കുന്നത്. ഇത് പൂക്കൾ വന്നിട്ടില്ല, മുട്ടുകൾ മാത്രം വന്നൊരു സംഭവമാണ്. എന്നാലും ഇതാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്കൊരു ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്നു. അപ്പോൾ ബോർഡുകൾ കണ്ടത് സുജിത്ത് എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് വരെ പോയി കാണേണ്ട ആളുകൾക്ക് ഈ ഒരു സുലഭാവസരം ഇവിടെ ഒരുക്കി കൊടുക്കുകയും ഈ ഒരു കടൽ മണ്ണിൽ ഇതിനു വേണ്ടിയുള്ള ഒരു കൃഷി ഇറക്കിയത് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് അവാർഡ് നേടിയ ഒരു വ്യക്തിത്വമാണ് സർ സുജിത്ത്. അദ്ദേഹം തിരുവനന്തപുരത്താണ്. അദ്ദേഹം നമ്മളോടൊപ്പം മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താണ്. സാർ, എങ്ങനെയാണ് മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ കാരണം അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. സത്യത്തിൽ വളരെയധികം കാണാൻ ആളുകൾ ഇപ്പൊ ജനനിബിഡമാണ്, എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കടൽ മണ്ണിൽ ഇങ്ങനെ ഒരു കൃഷി വിളയിപ്പിക്കാൻ ഏകദേശം 30,000-ഓളം ജമന്തിയും അതോടൊപ്പം 25,000-ഓളം സൂര്യകാന്തി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. എങ്ങനെയാണ് ഇത്രയും ഒരു ചെയ്യാനുള്ള ഒരു പ്രേരകമായത്? കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ഞാൻ ഇതിനകത്തുണ്ട്, മണലിൽ കൃഷി ചെയ്യാണ്. പക്ഷേ ഇതുവരെ പബ്ലിക്കിന് ഞങ്ങൾ അങ്ങനെ അറിയില്ല. ഇതിന് അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് ഒരു അഗ്രി സ്റ്റാർട്ടപ്പാണ്. അപ്പൊ നമ്മള് ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുന്ന അതിന്റെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്കിലായിരുന്നു. അപ്പൊ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സയന്റിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മുടെ IHR, KVK ഇങ്ങനെയെല്ലാം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാം സപ്പോർട്ടോട് കൂടി നമ്മൾ വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക്കിന്, ജനങ്ങൾ, പുതുതലമുറയ്ക്ക് കൃഷിയുടെ രീതികൾ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും നമ്മുടെ ഫുൾ 90% മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് ഇത്രത്തോളം വിജയിക്കുമെന്ന് എല്ലാവരും സ്വീകാര്യമാവുമെന്ന് ഞങ്ങൾ അറിയില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന കാര്യം? എത്ര ദിവസം ഇപ്പൊ ഏകദേശം സെപ്റ്റംബർ 15-ാം തീയതിയിലാണ് അവസരം ഉള്ളതെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ ഇത്രയും ജനനിബിഡമായ ഒരു അവസ്ഥ കാണുമ്പോൾ എങ്ങനെ നീട്ടാനുള്ള ഉദ്ദേശം? ഇല്ല, നീട്ടാൻ ഞാൻ ഇത് ആക്ച്വലി എല്ലാവരും വരുന്ന സൂര്യകാന്തി കാണാനാണ്. സൂര്യകാന്തി നമ്മുടെ ക്ലൈമറ്റിൽ സെറ്റാക്കിയത് വലിയ കാര്യമാണ്. അപ്പൊ ഇത് ഏകദേശം ഇനി ഒരു മാക്സിമം ഒരു 1 വീക്ക് കൂടെ നിൽക്കുമായിരിക്കും. കാര്യം നമ്മുടെ ക്ലൈമറ്റ് നല്ല ചൂടാണ്. കേരളത്തിൽ പല ഭാഗത്തും മഴയുണ്ട്. പക്ഷെ അത് നമ്മുടെ സൺഫ്ലവറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ. പിന്നെ പെട്ടെന്ന് മഴയും വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് വരുമ്പോഴത്തേന് പെട്ടെന്ന് അതിന്റെ പെറ്റൽസ് എല്ലാം കേടായിപ്പോകും. അപ്പൊ അതാണ് കാര്യം. അപ്പം മാക്സിമം നമ്മള് ഉള്ള സമയത്തോളം പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് സെന്റ് സേവിയേഴ്സ് കോളേജും ഇതും തമ്മിൽ ഒരു ബന്ധം? ഇതിന്റെ ഫ്ലോട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുന്നതാണോ അതോ അവരുടെ സഹകരണം, അതോടൊപ്പം സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ? ഇല്ല, ഞാനിത് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ സ്ഥലം ഞാൻ പാട്ടത്തിൻ്റെ ചെയ്യുകയാണ്. ഞാൻ ഇപ്പം തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തും കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇവിടെ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. കാര്യം ഇത് 95 ഏക്കർ സ്ഥലത്തിനകത്ത് 20 ഏക്കർ ഞാൻ ലീസിന് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 6 ഏക്കറാണ് നമ്മൾ പ്രദർശനത്തോട്ടം പോലെ പച്ചക്കറിയും ചോളം, തണ്ണിമത്തൻ നമ്മുടെ ഇതെല്ലാം ഒരുക്കുക. കാരണം നമ്മുടെ ജനങ്ങൾക്കും പുതുതലമുറകൾക്കും ഇതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്ന ആരവം 2025 എന്നാണ്. ആരവം 2025. ആക്ച്വലി ആരവം എന്നാണ് എന്റെ മോനാണ്. മോൻ 2017 ജനിച്ചത്. മോൻ കാരിങ് ആയത് മുതൽ ഞാൻ കുറച്ച് ഫുഡിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ മെയിൻ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ 2005 ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് സാലറിക്ക് മുമ്പ് കിട്ടിയത് മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, ഫുഡ് പോയ്സൺ ആയിട്ട്. അപ്പൊ അതിൽ നിന്ന് തുടങ്ങിയ സ്പാർക്കാണ്. പിന്നെ 2011 എന്റെ ഒരു നീസിന് ക്യാൻസർ ആയിരുന്നു, ലുക്കീമിയ ഉണ്ടായിരുന്നു. ബോൺമാരെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പൊ അവരോട് കുറച്ച് നാൾ അപ്പം മനസ്സിലായി നമ്മുടെ ലൈഫിൽ നമ്മുടെ മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് റിപ്പയർ എടുക്കാൻ. അപ്പൊ അങ്ങനെയാണ് എന്റെ വൈഫ് ക്യാരി ചെയ്യാൻ സമയം മുതൽ നമ്മൾ കുറച്ചുകൂടെ ഫുഡിന്റെ കാര്യങ്ങളും സേഫ്റ്റി വിശദമായിട്ട് ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, അതും ചെലവ് കുറഞ്ഞ രീതിയിൽ. കാരണം എന്റെ പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്റെ ആർട്ടിക്കിൾ നോക്കിയാൽ മതി, അതിനകത്ത് നമ്മുടെ തക്കാളി വില 200-250 രൂപ, ഞാൻ മാക്സിമം വിട്ട് 85 രൂപ. ഞങ്ങൾ ഇപ്പൊ ഇതിന് അനുബന്ധമായിട്ട് കുറച്ച് കൗണ്ടർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 2-3 മാസത്തിനകത്ത് പബ്ലിക്കിൽ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ കുറെ ഡെലിവറി പോയിന്റ്സും ഹോം ഡെലിവറി എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. കാര്യം കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മേഖല പോലെയല്ല, ഭയങ്കര പ്ലാന് വേണം. അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ R&D ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസംബറോട് കൂടി നമ്മൾ പബ്ലിക്കിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഈ പൂക്കളായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പച്ചക്കറികളായാലും നിങ്ങൾ സെയിൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ മാർക്കറ്റിൽ ഉള്ളതാണ്. അതുകൊണ്ടത്തെ പല ജൈവ പച്ചക്കറി വിൽക്കുന്ന കടകളിൽ എന്റെ പച്ചക്കറി ഉണ്ട്. മിക്ക കസ്റ്റമേഴ്സിന് എന്നെ അറിയാം. ഞാൻ അതിന്റെ പേര് അറിയപ്പെടുന്നത് നാടൻ അഗ്രോ ഫാംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഞങ്ങളുടെ ഫേമിന്റെ പേര്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ നാടൻ ഫാർമ. പക്ഷേ സോഷ്യൽ മീഡിയ വേറെ ബിസിനസ് ആണ്.
യെസ് ഓക്കെ. എന്തായാലും മലയാള ന്യൂസ് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് സന്ദർശിക്കുന്നതിന്റെ വെബ്സൈറ്റ് നമുക്ക് പിന്നീട് കമന്റ്സ് ബോക്സിൽ എന്തായാലും കൊടുക്കാം. ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ ഒരു കർഷകൻ എന്നതിലുപരി ഈ പറഞ്ഞതുപോലെ പരീക്ഷാർത്ഥം ഒരുപാട് പരീക്ഷ നടത്തി വിജയിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ തുമ്പ ഈ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പിന്നിലായിട്ടുള്ള ഈ 6 ഏക്കർ വരുന്ന സ്ഥലം അല്ലേ? മൊത്തം 20 ഏക്കറിൽ 6 ഏക്കർ ഞാൻ കൃഷി സ്ഥലമാണ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. പബ്ലിക്കിന് വേണ്ടി സ്ഥലത്തെല്ലാം ഇപ്പൊ കൃഷിയുണ്ട്. അപ്പൊ അതിൽ ഈ അവധിക്കാലം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിലയിലാണ് ഇപ്പോൾ ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 15 തീയതിയിലാണ്. ഏകദേശം 40 രൂപയാണ് അതിന്റെ ടിക്കറ്റ്. കൊച്ചുകുട്ടികൾക്ക് ഫ്രീ ആയിട്ടും കൂടെ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. ഇവിടെ കാണാനുള്ള അവസരങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് മലയാള ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തായാലും മലയാള ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം ഇതിനൊക്കെ എന്തായാലും വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എന്തായാലും നമുക്ക് ലൈവ് എടുപ്പിക്കാം. ഒന്ന് ജസ്റ്റ് ഒരു കാര്യം കണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളടക്കം എല്ലാവരും ഇവിടെ ഈ ഒരു അവധിക്കാലം ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ കാഴ്ചകൾ ഇതിന്റെ മുൻപുള്ള ഫുൾ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് കാണാൻ നേരത്തെ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവരെ പറിച്ച് വെക്കുന്നതാണ് ജമന്തി. സൂര്യകാന്തി ഇതേപോലെ പറിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, ഇത് മാത്രം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ സെൽഫി എടുക്കാനും അതോടൊപ്പം ഫോട്ടോ എടുക്കാനും അതാണ്. ഇനി എന്തായാലും 6 മണി വരെയാണ് പ്രവേശനമുള്ളത്. ലൈവ് കാണുന്ന പ്രേക്ഷകർ ഇത് കാണാം. ഇദ്ദേഹമാണ് സുജിത്ത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തക്കാളിക്കൊക്കെ നല്ല വില കൂടുന്ന സമയത്തും വില കുറഞ്ഞതിന് ഇവിടെ നിന്ന് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷണാർത്ഥം ഈ ഒരു പൂഴി മണ്ണിൽ നമുക്ക് ചെയ്യാൻ കടപ്പുറത്തുള്ള ഈ ഒരു മണ്ണിന്റെ ഒരു അവസ്ഥ ഇതാണ്. ഈ മണ്ണിലാണ് ഇദ്ദേഹം കൃഷി ചെയ്ത് ഇത്രയും വിജയിപ്പിച്ചത്. എന്തായാലും ലൈവ് അവിടുന്ന് വൈൻഡപ്പാണ്. ഇതുപോലെ പാവയ്ക്ക് കൃഷി അടക്കമുള്ള എല്ലാ കൃഷിയും ഈ ഒരു മണ്ണിൽ സുജിത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്, വിജയം കണ്ടെത്തിയിട്ടുണ്ട്. സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടാണ്. ഏകദേശം 20 ഏക്കറുള്ള ഗ്രൗണ്ടാണ് പാട്ടത്തിനെടുത്തതിന്റെ 6 ഏക്കറോളം ഈ രീതിയിലേക്ക് കൃഷി ചെയ്ത് വിജയിപ്പിച്ചത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ കെട്ടിയ കടപ്പുറത്ത് പ്രത്യേക രീതിയിലാണ് ഈ ഒരു സജ്ജീകരണം നൽകിയിട്ടുള്ളത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നാടൻ ആഗ്രോ ഫാം എന്നാണ് അദ്ദേഹത്തിന് നേരത്തെ സുജിത്ത്. അത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതാണ്. കഠിനംകുളം കൃഷിഭവനിലെ മികച്ച യുവ കർഷകരുള്ളത് 2021. അതാണ് 2022 മികച്ച കർഷകരുടെ അവാർഡ് നേരെ കൊടുത്തിട്ടുണ്ട്. 22, 24 കാലഘട്ടത്തിൽ ഈ അവാർഡ്. എന്നാൽ ഈ അവാർഡിന് ഇതൊരു ഭാഗമാകുന്നതാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. 6 മണി വരെയാണ് ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് പോകുന്ന ഒരു സജ്ജീകരണമാണുള്ളത്. ആരവം 2025 എന്ന പേരിലാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും മലയാള ന്യൂസ് ലൈവ് കാണുന്ന പ്രേക്ഷകർ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം കാണുക എന്നതിനപ്പുറം ഇത് ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം അതോടൊപ്പം തന്നെ കൂട്ടുകാരോടൊപ്പം ഫാമിലിയോടൊപ്പം വരാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം എന്നാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മലയാള ന്യൂസുമായി പങ്കുവയ്ക്കാം. ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് മറക്കണ്ട. യെസ്, മലയാള ജനതാ ന്യൂസ്. എങ്ങനെയുണ്ട് ഈ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ജസ്റ്റ് എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. ഞാൻ പഠിച്ച കോളേജാണ്. അപ്പൊ ഇത്രയും ഒരു കാരണം ഈ പറഞ്ഞ പരീക്ഷാർത്ഥം ഈ ഒരു മണ്ണിൽ ഇത് വിജയിക്കുമെന്നുള്ള പരീക്ഷാർത്ഥം ചെയ്തതാണ്. അതിന് തന്നെ ഈ ഒരു 30,000-ഓളം പൂക്കള വിടിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജമന്തിയും അതോടൊപ്പം വാടാമുല്ലയും ജമന്തി. അപ്പൊ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂര്യകാന്തി പൂ കാണണമെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ യെസ് ഇപ്പൊ കേരള മണ്ണില് രാജസ്ഥാനത്ത് ഇത് വലിയൊരു അനുഭവമാണ്. പക്ഷെ അധികം ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു ലൈവ് വഴി മലയാള ജനതാ ന്യൂസ് വഴി ജനങ്ങൾ അറിയട്ടെ നമുക്ക് പ്രവർത്തിക്കാം. യെസ് ഓക്കെ. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. യെസ് ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ തന്നെയാണോ വീട്? കഴക്കൂട്ടത്താണ്. അപ്പൊ പഠിച്ച കോളേജ് എന്നതിലൊക്കെ നമുക്ക് അഭിമാനം. പഠിച്ച കോളേജ് 1984 പ്രീ ഡിഗ്രിക്ക് ഈ കോളേജിലാണ് പഠിച്ചത്. യെസ് ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ 6 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ ഒരു കൃഷി ഇവിടെ പരീക്ഷാർത്ഥം ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ പറഞ്ഞതുപോലെ 30,000-ഓളം ജമന്തി, അതോടെ 20,000 ഈ പറഞ്ഞ സൂര്യകാന്തി, അതോടെ വാടാമുല്ല എല്ലാം ഇവിടെ കൃഷി ചെയ്തു. അത് വിജയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഇങ്ങനെ ഇത്രയും പൂക്കൾ കാണണമെങ്കിൽ തമിഴ്നാട് തോളപ്പൂ അല്ലെങ്കിൽ തോവാളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ. പക്ഷേ ഇവിടെ ഇത് തൊട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ അഥവാ തിരുവനന്തപുരത്ത് തന്നെ ഇതിനു വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 15 തീയതിയോടുകൂടി ഇത് ഇവിടെ അവസാനിക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 40 രൂപയാണ് ഒരു ടിക്കറ്റ് എന്നാണ് അറിയാൻ സാധിച്ചത്. കൊച്ചുകുട്ടികൾക്ക് ഇതിന്റെ പ്രവേശനം സൗജന്യവുമാണ്. അതായത് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ ഏകദേശം സെന്റ് സേവിയേഴ്സ് കോളേജിനെ കിട്ടും. അതിന് അടുത്ത് തന്നെയാണ് ഈ ഒരു കൃഷി. കാരണം അവരുടെ കാർഷിക വിളയുമായി ബന്ധപ്പെട്ട അവരുടെ പ്ലോട്ടിലാണ് ഈ ഒരു കൃഷി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എങ്ങനെയുണ്ട് തോട്ടം കണ്ടപ്പോൾ ഉള്ള അഭിപ്രായം? ഒന്നുമില്ല, മലയാളിയില്ല.
മലയാളിയല്ലേ? ആണ്. എങ്ങനെയുണ്ട് കണ്ടപ്പോ എന്ത് തോന്നുന്നുണ്ട്? കാരണം സാധാരണ ഇത്രയും പൂക്കൾ നമ്മൾ കാണണമെങ്കിൽ തമിഴ്നാട് പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഇവിടെ തുമ്പയിൽ തിരുവനന്തപുരത്തിന് ഈ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കണ്ടപ്പോ എന്ത് തോന്നുന്നു? നല്ല കുളിർമയേകുന്ന കാഴ്ചകൾ. എവിടെ ട്രിവാൻഡ്രത്തേനാണോ? എങ്ങനെ ആഴ്ച കുടുംബ ഫാമിലിയോട് കൂടി വന്നതോ കൂട്ടുകാരത്തോ? 60 പേരാണ്. 60 പേര് എവിടെ നിന്നാണ്? അപ്പൊ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ടൊന്നാണോ? യെസ്. അപ്പൊ എങ്ങനെയുണ്ട് അഭിപ്രായം? എല്ലാവർക്കും നല്ല അഭിപ്രായം അവിടെയാണ്. യെസ്. അപ്പൊ ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർ വരട്ടില്ലേ? 15-ാം തീയതി ഈ ഒരു സുലഭാവസ്ഥ ഉള്ളൂ. യെസ്. ഓക്കെ. ഏകദേശം 60 പേരാണ് ഈ ഒരു പറഞ്ഞ വണ്ടി അല്ലെ വാഹനത്തിലാണ്. വാഹനത്തിലെത്തി. എത്ര പേരാണ്? ഇനിയുണ്ട്. യെസ്. ഓക്കെ. അപ്പൊ എന്തായാലും മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ മുമ്പിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാണ്. ലൈവ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം ഇരുട്ട് വീഴാറായി. 6 മണി വരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം എന്തായാലും ഈ ലൈവ് ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞതുപോലെ 6 ഏക്കറിലാണ് ഈ സെന്റ് സേവേഴ്സ് കോളേജിന്റെ പിന്നിലായിട്ട് ഈ ഒരു പൂക്കളം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂവുള്ള കൃഷി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 15-ാം തീയതി മാത്രമാണ് ഈ ഒരു സുലഭാവസരം നിങ്ങൾക്ക് ഇത്രയും പൂക്കളെ കാണാനുള്ള അവസരമുള്ളത്. സാധാരണ ഇത്രയും പൂക്കളെ നാച്ചുറലായിട്ട് കാണണമെങ്കിൽ തമിഴ്നാട് വരെ നമുക്ക് പോകേണ്ടി വരും. പക്ഷെ അതേപോലെ തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സെന്റ് സേവേഴ്സ് കോളേജിന്റെ അധികൃതരും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിന്റെ ആൾക്കാരുമൊക്കെ ചേർന്നാണ് ഇത് ചെയ്തതെന്നാണ്. കാരണം ഒരു പരീക്ഷണാർത്ഥം ഇതേപോലത്തെ കടലിന്റെ പൂഴി മണ്ണിൽ ഇങ്ങനെ ചെയ്ത് വിളച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു പരീക്ഷണാർത്ഥമാണ്, പ്രയാസകരമാണ്. പക്ഷെ അത് പരീക്ഷണാർത്ഥത്തിൽ ആരംഭിച്ചത് തൽക്കാലം നല്ലൊരു വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 30,000-ത്തോളം ഈ പറഞ്ഞ ജമന്തിയും അതോടൊപ്പം 20,000 സൂര്യകാന്തിയും അതോടൊപ്പം തന്നെ വാടാമുലകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൃഷികളുടെ ബഹളമായിട്ട് തന്നെ അതുണ്ട്. മാത്രമല്ല ഈ ഒരു അവധി സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചോളത്തിന്റെ കൃഷിയും ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഇവരുടെ പഠനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയാണ് ഈ ഒരു മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷി അഥവാ പൂക്കളുടെ കൃഷി അത് കാണാൻ നിങ്ങൾക്കൊരു അവസരം ഒരുക്കുകയാണ് മലയാള ജനതാ ന്യൂസിന്റെ ലൈവ്. അല്ലെങ്കിൽ ടെലികാസ്റ്റ് പിന്നീട് നമുക്ക് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ കണക്സുകളുടെ പ്രതീക്ഷയുണ്ട്. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ.